നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട്. എപ്പോഴെങ്കിലും ഒരു നല്ല അവസരം നമ്മളെ തേടി വരുമെന്ന് കരുതി കാത്തിരിക്കും. വിധി എന്നെങ്കിലും നമുക്ക് അനുകൂലമാകുമെന്ന് വിശ്വസിക്കും. ആരോ വന്ന് നമ്മളെ രക്ഷിക്കുമെന്ന് സ്വപ്നം കാണും. സത്യം പറയട്ടെ ബ്രോ, ആരും വരില്ല. ഒരു ഭാഗ്യവും നിന്റെ വാതിലിൽ വന്ന് മുട്ടാൻ പോകുന്നില്ല. കാത്തിരിക്കുന്നത് ഒരുതരം മടിയാണ്, അതൊരു പേടിയാണ്. പരാജയപ്പെടുമോ എന്ന പേടി കൊണ്ട് നമ്മൾ സ്വയം ഉണ്ടാകുന്ന ഒരു ഒയ്കഴിവ്. നീ കാത്തിരിക്കുന്ന ഓരോ നിമിഷവും മറ്റൊരാൾ നിനക്ക് കിട്ടേണ്ട അവസരം തട്ടിപ്പറിച്ചു കൊണ്ട് പോവുകയാണ്. ലോകം ഓടിക്കൊണ്ടിരിക്കുകയാണ്, നീ മാത്രം അവിടെ തറഞ്ഞു നിൽക്കുന്നു. അവസരങ്ങൾ സൃഷ്ടിക്കുക. അവസരങ്ങൾ ഉണ്ടാകുന്നത് ഭാഗ്യം കൊണ്ടല്ല, അത് നിന്റെ അധ്വാനം കൊണ്ട് നീ നിർമ്മിച്ചെടുക്കേണ്ടതാണ്. വാതിൽ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് തുറക്കാൻ കാത്തു നിൽക്കരുത്. ആ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തു കയറണം. അതപ്പോഴാണ് നീ ഒരു പോരാളിയാവുന്നത്. ഇല്ലായ്മകളെക്കുറിച്ച് പരാതി പറയുന്നവരാണോ നീ? സൗകര്യങ്ങൾ കുറവാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവനാണോ? ഓർക്കുക, ചരിത്രം സൃഷ്ടിച്ച ആരും കൊട്ടാരത്തിലല്ല ജനിച്ചത്. അവർക്ക് ആരും ഒന്നും വെള്ളത്താലയിൽ വെച്ച് നീട്ടിയതല്ല. അവർ ഇറങ്ങിത്തരിച്ചതാണ്. അവർ കല്ലും മുള്ളും താണ്ടി നടന്നവരാണ്. അവസരങ്ങൾ ഇല്ലാത്തിടത്ത് അവർ സ്വന്തം വഴി വെട്ടിത്തെളിച്ചു വന്നവരാണ്. പുറത്തിറങ്ങുക, പോരാടുക. വീടിനുള്ളിൽ ഇരുന്ന് ഫോണിൽ നോക്കിയാൽ വിജയം നിന്നെ തേടി വരില്ല. പുറത്തിറങ്ങണം, മനുഷ്യരെ കാണണം, അറിവുകൾ സമ്പാദിക്കണം. 10 പേർ നോ എന്ന് പറയുമ്പോൾ 11ാമത്തെ ആൾ യെസ് എന്ന് പറയുന്നത് വരെ നീ ശ്രമിക്കണം. നീ കാത്തിരിക്കണം. നാണക്കേട് വിചാരിച്ചിരുന്നാൽ നിന്റെ വയറ് നിറയില്ല. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതിയാൽ നിന്റെ സ്വപ്നങ്ങൾ നടക്കില്ല. പട്ടിണി കിടക്കുമ്പോൾ കൂടെ നിൽക്കാത്തവരുടെ അഭിപ്രായങ്ങൾക്ക് നീ എന്തിന് വില കൊടുക്കണം? അവസരങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ പലരും നിന്നെ അപമാനിച്ചേക്കാം, നിന്നെ തളർത്തിയേക്കാം. അതൊക്കെ നിന്റെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് നീ ഓർക്കണം. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ തന്നെ തുടങ്ങുക. നാളെ തുടങ്ങാമെന്ന വാക്ക് നിന്റെ നിഘണ്ടുവിൽ നിന്ന് വെട്ടിക്കളയുക. നാളെ എന്നത് മടിയന്മാരുടെ ലോകമാണ്. വിജയികൾക്ക് ഇന്നേയുള്ളൂ, ഈ നിമിഷമേയുള്ളൂ. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ, എന്ത് തുടങ്ങാൻ കഴിയുമോ, അത് ഇപ്പോൾ തന്നെ തുടങ്ങുക. നിന്റെ കയ്യിലുള്ളത് വെച്ച് തുടങ്ങുക. പൂർണ്ണതയ്ക്ക് വേണ്ടി ഒരിക്കലും കാത്തു നിൽക്കരുത്. യാത്ര തുടങ്ങുമ്പോഴാണ് വഴികൾ വെട്ടിത്തെളിഞ്ഞു വരുന്നത്. കാത്തുനിന്നാൽ നീ ആ വഴിയിൽ തന്നെ നിൽക്കേണ്ടി വരും. നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നീ നിന്റെ ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, എഴുന്നേൽക്കുക. നിന്റെ കണ്ണുകളിലെ മടി തുടച്ചു നീക്കുക. ലോകം ഒരു വലിയ വേട്ടക്കളമാണ്. അവിടെ ഇരയാകണോ വേട്ടക്കാരനാകണോ എന്ന് നീ തന്നെ തീരുമാനിക്കുക. അവസരങ്ങൾ തേടിയിറങ്ങുക, അത് പിടിച്ചെടുക്കുക, തലയുയർത്തി തന്നെ നിൽക്കുക. നിന്നെ തളർത്തിയവരുണ്ടാകും, നിന്നെ തകർത്തവരുമുണ്ടാകും, നിന്നെ തകർക്കാൻ കൂട്ടുനിന്നവരുമുണ്ടാകും, നീ തോൽക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞവരുമുണ്ടാകും. ഇവർക്കൊന്നും നീ വാക്കുകൾ കൊണ്ട് മറുപടി കൊടുക്കരുത്. ഇവർക്കൊന്നും തകർക്കാനാകാത്ത, ഇവർക്കൊന്നും തളർത്താനും തടുക്കാനും കഴിയാത്ത വിജയം കൊണ്ട് നീ മറുപടി കൊടുക്കണം. നിനക്കതിന് സാധിക്കും. നിനക്ക് മാത്രമേ അത് സാധിക്കൂ.